ഒറ്റക്കൊമ്പൻ എന്ന റിലീസിനെത്തും ലാലേട്ടൻ തരുൺമൂർത്തി ചിത്രത്തിൽ ലാലേട്ടൻ വില്ലനോ? ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലേതെന്ന് ചോദിച്ചിരുന്നു. 90% ആളുകളും റെഡ് റെയിൻ എന്നാണ് ഉത്തരം നൽകിയത്. റെഡ് റെയിൻ തന്നെയാണ് ശരി ഉത്തരവും. ശ്രീജേഷ് സുരേന്ദ്രൻ, ആദിത്യൻ SB, മണി മേക്കേഴ്സ് ഒഫീഷ്യൽ, രജനി തുടങ്ങിയവരാണ് കൃത്യമായ ഉത്തരം ആദ്യമായി കമന്റ് ചെയ്ത 5 പേർ. ഇനി ഇന്നത്തെ അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി സിബി ചക്രവർത്തി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് തലൈവർ 173. രാജ്കമൽ ഫിലിംസിന് വേണ്ടി ഉലകനായകൻ കമലഹാസൻ നിർമ്മിക്കുന്ന ഈ ചിത്രം 2022 ഹോളിവുഡിൽ നിന്നും പുറത്തുവന്ന ദ ഔട്ട്ഫിറ്റ് എന്ന ഗ്യാങ്സ്റ്റർ ആക്ഷൻ സിനിമയുടെ അഡാപ്റ്റേഷൻ ആയിരിക്കുമെന്ന തരത്തിൽ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന തലൈവർ 173യുടെ ചിത്രീകരണത്തിന് വരുന്ന ഏപ്രിൽ മാസത്തിൽ തുടക്കമാവും. ആസിഫ് അലിയെ നായകനാക്കി രോഹിത് VS സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ സിനിമയാണ് ടിക്കി ടക്ക. ആസിഫ് അലിക്കൊപ്പം ലുക്മാൻ, നസ്ലിൻ, ബാമിക ഗബ്ബി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ടിക്കി ടക്കയുടെ അവസാനഘട്ട ചിത്രീകരണം നിലവിൽ കോയമ്പത്തൂരിൽ വെച്ച് നടന്നു വരികയാണ്. ഇപ്പോഴിതാ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ചിത്രത്തിന്റെ വിദേശ രാജ്യങ്ങളിലെ തിയേറ്റർ വിതരണാവകാശം ഫാർസ് ഫിലിംസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന ഫെബ്രുവരി 4-ാം തീയതി ആസിഫിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു ടീസറും മൂവി ടീം പുറത്തിറക്കുന്നുണ്ട്. ആ ഒരു ടീസറിൽ ടിക്കി ടക്കയുടെ റിലീസ് അപ്ഡേറ്റ് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. യഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്തു വരുന്ന ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് ടോക്സിക്. യഷിനൊപ്പം കിയാര അഡ്വാനി, ഹുമ ഖുറേഷി, നയൻതാര, രുക്മിണി വസന്ത് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ടോക്സിക്കിന്റെ അവസാനഘട്ട പാച്ച് വർക്ക് ഷൂട്ടിന് ഇന്ന് ബാംഗ്ലൂരിലെ HMD ലാൻഡിൽ തുടക്കമായിട്ടുണ്ട്. ഇത് പൂർത്തിയായാൽ സിനിമയുടെ എന്റെ ഷൂട്ട് പായ്ക്കപ്പാവും. വരുന്ന മാർച്ച് മാസം 19-ാം തീയതിയാണ് ടോക്സിക് റിലീസിനെത്തുക. ജയറാം, കാളിദാസ് ജയറാം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജൂഡ് ആന്റണിയുടെ തിരക്കഥയിൽ പ്രജിത്ത് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആശകളായിരം. ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നാളെ ജനുവരി 30 വൈകിട്ട് 7 മണിക്ക് ആശകളായിരം എന്ന ഫാമിലി ഡ്രാമ ത്രില്ലർ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസിനെത്തും. വെങ്കടേഷിനെ നായകനാക്കി അനിൽ രവിപുടി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾക്ക് ഇന്ന് തുടക്കമായിരിക്കുന്നു. വെങ്കടേഷിനൊപ്പം തമിഴിൽ നിന്നും കാർത്തിയും മലയാളത്തിൽ നിന്നും ഫഹദ് ഫാസിലും ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. വരുന്ന 2027 സംക്രാന്തി റിലീസായി ജനുവരി മാസത്തിൽ ഈ സിനിമ റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ബിജു മേനോൻ, ജോർജ് ജോർജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ മൂവിയാണ് വലതുവശത്തെ കള്ളൻ. ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയ വലതുവശത്തെ കള്ളന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 18 മിനിറ്റും. നാളെ മുതൽ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. ഗണപതി, സാഗർ സൂര്യ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത ഒരു ഹൊറർ കോമഡി ത്രില്ലർ മൂവിയാണ് പ്രകമ്പനം. ചിത്രത്തിന്റെയും ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയ പ്രകമ്പനത്തിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 8 മിനിറ്റും. നാളെ മുതൽ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. റാണി മുഖർജിയെ കേന്ദ്ര കഥാപാത്രമാക്കി അഭിരാജ് മിനവാല സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ഹോളിവുഡ് ചിത്രമാണ് മർദാനി 3. ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറായിരിക്കുന്ന മർദാനി 3ക്ക് സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ആണ് ലഭ്യമായിട്ടുള്ളത്. ചിത്രത്തിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 10 മിനിറ്റും. നാളെ മുതൽ മർദാനി 3 തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. കൂലി എന്ന സിനിമയ്ക്ക് ശേഷം അല്ലു അർജുനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് AA23. 500 കോടി രൂപ ബഡ്ജറ്റിൽ മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ഈ സിനിമ ഒരു സൂപ്പർ ഹീറോ പശ്ചാത്തലത്തിലാണ് തയ്യാറാവുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല AA23യുടെ കാസ്റ്റിംഗ് വർക്കുകൾ നിലവിൽ നടന്നു വരുന്നു. അല്ലുവിനൊപ്പം ശ്രദ്ധ കപൂർ ആണ് ഈ ചിത്രത്തിൽ ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുക. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന AA23യുടെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് വരുന്ന ഒക്ടോബർ മാസത്തിൽ ഹൈദരാബാദിൽ വെച്ച് തുടക്കമാവും. ഹൈദരാബാദിന് പുറമെ മുംബൈ, മൈസൂർ, സിംല എന്നീ സ്ഥലങ്ങളിലും AA23ക്ക് ഷൂട്ട് ഉണ്ടാവും. നിവിൻ പോളി, അജു വർഗീസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ എന്ന ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് ചിത്രത്തിന്റെ ഇന്ന് വരെയുള്ള കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും മാത്രം 77,35,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 148 കോടി രൂപയുമാണ് സർവമായയ്ക്ക് ഇതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളത്. ഒരാഴ്ചത്തെ തിയേറ്റർ റണ്ണ് കൂടി സിനിമയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ നിഷ്പ്രയാസം സർവമായ 150 കോടി കളക്ഷനിലേക്കും എത്തപ്പെട്ടേനെ. എന്തായാലും ചിത്രം ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുന്നു. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ന് രാത്രി മുതൽ സർവമായ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 2024 മലയാളത്തിൽ നിന്നും പുറത്തുവന്ന ഒരു സിനിമയിലെ ഫ്രെയിമാണ്. തിയേറ്ററുകളിൽ ഈ ചിത്രം പരാജയമായിരുന്നെങ്കിൽ കൂടി OTT റിലീസിന് ശേഷം ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണിത്. ഇത് ഏത് ചിത്രമെന്ന് അറിയാവുന്നവർ കമന്റായി ഒന്ന് രേഖപ്പെടുത്തുക. കൃത്യമായ ഉത്തരം ആദ്യം കമന്റ് ചെയ്യുന്ന 5 പേരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും.
ബോളിവുഡിൽ നിന്നും രൺവീർ സിംഗ് നായകനായിട്ടെത്തിയ ദുരന്തർ എന്ന മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചിത്രവും OTT റിലീസിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് ചിത്രത്തിന്റെ ഇതുവരെയുള്ള ടോട്ടൽ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 55 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്നും മാത്രം 1018,65,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 1312,72,00,000 രൂപയുമാണ് ദുരന്തറിന് 55 ദിവസങ്ങൾ കൊണ്ട് നേടാൻ സാധിച്ചിട്ടുള്ളത്. അത് മാത്രവുമല്ല, ഇന്നും സിനിമയ്ക്ക് വേൾഡ് വൈഡായി 1 കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭ്യമായിട്ടുമുണ്ട്. എന്തായാലും ദുരന്തറും OTT റിലീസിലേക്ക് കടക്കുന്നു. ഇന്ന് രാത്രി മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ദുരന്തർ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. മെമ്മറീസ്, ഊഴം എന്നീ സിനിമകൾക്ക് പിന്നാലെ പൃഥ്വിരാജിനെ നായകനാക്കി ജിത്തു ജോസഫ് വീണ്ടും ഒരു സിനിമ ഒരുക്കാൻ പോകുന്നു. ഈ ഒരു വാർത്ത ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ജിത്തു ജോസഫ് തന്നെയാണ്. എന്നാൽ അത് മെമ്മറീസിന്റെ 2ാം ഭാഗം ആയിരിക്കില്ലെന്നും ത്രൂ ഔട്ട് ആക്ഷൻ സിനിമയായി തയ്യാറാവുന്ന ഈ സിനിമയുടെ തിരക്കഥ പൂർത്തിയാക്കി പൃഥ്വിയുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ തന്നെ വീണ്ടും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പൃഥ്വിയുമായി സംസാരിക്കുന്നുമുണ്ട്. അതിനുശേഷം ഒഫീഷ്യലായി തന്നെ ഈ സിനിമയെ പറ്റി പറയാമെന്നാണ് ജിത്തു ജോസഫ് പറഞ്ഞിരിക്കുന്നത്. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമലഹാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നാഗശ്വിൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു തെലുങ്കു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് കൽക്കി 2. ഓൾറെഡി ഈ ഒരു സിനിമയിൽ നിന്നും വളരെ പ്രാധാന്യമുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ട ദീപിക പദുകോൺ കൽക്കി 2-ൽ നിന്നും പിന്മാറിയിരുന്നു. അതിന് പിന്നാലെ ആ ഒരു കഥാപാത്രത്തിലേക്ക് പ്രിയങ്ക ചോപ്ര, ആലിയ ഭട്ട് തുടങ്ങിയവർ എത്തുന്നു എന്ന തരത്തിൽ റൂമറുകളും ഉണ്ടായിരുന്നു. എന്തായാലും ആ റൂമറുകൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് സായി പല്ലവി കൽക്കി 2-ൽ ദീപിക പദുകോൺ അവതരിപ്പിച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ L365. നിലവിൽ തൊടുപുഴയിൽ വെച്ച് ചിത്രീകരണം നടന്നു വരുന്ന ഈ സിനിമയിൽ ലാലേട്ടനൊപ്പം ഫീമെയിൽ ലീഡ് ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് മീര ജാസ്മിൻ ആയിരിക്കുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ മീര ജാസ്മിൻ L365ന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്തതായി ഒരു ലൊക്കേഷൻ സ്റ്റിലിലൂടെ മൂവി ടീം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്തെന്നാൽ ഇതൊരു ഹൈ വോൾട്ടേജ് പോലീസ് സ്റ്റോറി ആയിട്ടാണ് ഒരുങ്ങുന്നതെന്നും ലാലേട്ടൻ ചിത്രത്തിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു സബ് ഇൻസ്പെക്ടറുടെ വേഷത്തിലാവും എത്തുന്നതെന്നും പറയപ്പെടുന്നു. ഓൾറെഡി ലാലേട്ടന്റെ താടി വടിച്ച പുതിയ ലുക്ക് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയാണ്. ഇതിനിടയിൽ ആ ഒരു ലുക്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ ലാലേട്ടനെ കാണാൻ സാധിച്ചാൽ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് വിജയം L365 എന്ന ഈ സിനിമ തൂക്കുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ജൂനിയർ NTRനെ നായകനാക്കി KGF സിനിമകളുടെ സംവിധായകനായ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് NTR 31. നിലവിൽ പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ഈ സിനിമയ്ക്ക് ഡ്രാഗൺ എന്ന് ടൈറ്റിൽ വെക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഉടൻ തന്നെ ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനത്തോടു കൂടിയുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തു വരും. പിന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 80% ചിത്രീകരണം പൂർത്തിയായിരിക്കുന്ന ചിത്രത്തിന്റെ അവസാനഘട്ട ചിത്രീകരണത്തിന് വരുന്ന ഫെബ്രുവരി 5-ന് തുടക്കമാവും. ഇനി പ്രധാനമായും ചില ആക്ഷൻ സീക്വൻസുകളാണ് സിനിമയ്ക്കായി പൂർത്തീകരിക്കാനുള്ളത്. ജൂനിയർ NTRനൊപ്പം ബിജു മേനോൻ, രുക്മിണി വസന്ത്, ടൊവിനോ തോമസ് തുടങ്ങിയവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. വരുന്ന ജൂൺ മാസം 25-ാം തീയതി NTR 31 പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ജയസൂര്യ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ആട് 3. നിലവിൽ ഇപ്പോൾ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആട് 3യുടെ ഡബിംഗ് വർക്കുകളെല്ലാം തന്നെ പൂർത്തിയായെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. വരുന്ന മാർച്ച് മാസം 19-ാം തീയതി ആട് 3 റിലീസിനെത്തും. സുരേഷ് ഗോപിയെ നായകനാക്കി മാത്യു തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഒറ്റക്കൊമ്പൻ സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണത്തിന് മലേഷ്യയിൽ വെച്ച് ഈ ആഴ്ചയോടെ തുടക്കമാവും. സുരേഷ് ഗോപിക്കൊപ്പം ഇന്ദ്രജിത്ത് സുകുമാരൻ, കബീർ ദുഹാൻ സിംഗ്, ദിവ്യ പിള്ള, ജോണി ആന്റണി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒറ്റക്കൊമ്പൻ വരുന്ന മെയ് മാസത്തിൽ റിലീസിനെത്തിക്കാൻ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ഗോകുലം മൂവീസ് പ്ലാൻ ചെയ്യുന്നതായും അറിയാൻ സാധിച്ചിട്ടുണ്ട്.